വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എന്താ സംഭവം? ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. അടുത്തത്, ബസ്സുകൾ എവിടെ എത്തി എന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സിസ്റ്റവും പ്ലസ് ഡിജിറ്റൽ ആയിട്ട് ടിക്കറ്റ് സംവിധാനവും ആരംഭിച്ച KSRTCയുടെ മൊബൈൽ ആപ്പ്. ഇത് രണ്ടും നടത്താൻ വേണ്ടി KSRTC ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ചലോ ആപ്പ്. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിജിറ്റൽ ആയിട്ട് പണം അടച്ച് നമ്മൾ ടിക്കറ്റ് എടുക്കുക. അടുത്തത്, ബസ്സുകൾ എവിടെ എത്തിയെന്ന് കൃത്യമായിട്ട് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സിസ്റ്റം. ഇത് രണ്ടും കൂടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള KSRTCയുടെ മൊബൈൽ ആപ്പിന്റെ പേരാണ് ചലോ ആപ്പ്. എന്താ ചലോ ആപ്പ്? അടുത്ത നോക്കൂ, കേരളത്തില് റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കുപ്പിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ. എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കുപ്പിവെള്ള ബ്രാൻഡിന്റെ പേരാണ് ഹില്ലി അക്വ. അടുത്തത്, 2024 ഏപ്രിലിൽ നടന്ന G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദിയായ കാപ്രി ഐലൻഡ്, ഒരു ഐലൻഡിൽ അത് നടന്ന്. കാപ്രി ഐലൻഡ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഇറ്റലി. 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദിയായ കാപ്രി ഐലൻഡ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഇറ്റലി. അടുത്ത നോക്കൂ, സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയാണ് ട്രാൻസ്മുദ്ര. അടുത്തത്, ശ്രീലങ്കയിലെ ഉമ ഓയ ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യമാണ് ഇറാൻ. ശ്രീലങ്കയിലെ പുതിയ ജലവൈദ്യുത പദ്ധതിയാണ് ഉമ ഓയ. ഏതാണ്? ഉമ ഓയ. അതുമായി സഹകരിച്ച രാജ്യമാണ് ഏത്? ഇറാൻ. അടുത്തത്, 2024 ഉണ്ടായ പ്രളയത്തിൽ വളരെയധികം നാശം സംഭവിച്ച ഗ്വാങ്ടോങ് എന്ന് പറയുന്ന സ്ഥലം ഏത് രാജ്യത്താണ്? ചൈന. 2024 ഉണ്ടായ പ്രളയത്തിൽ വളരെയധികം നാശം സംഭവിച്ച ഒരു പ്രവിശ്യയാണ് ഗ്വാങ്ടോങ് എന്ന് പറയുന്നത്. ഇത് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. അടുത്തത്, ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് നാഷണൽ പാർക്കാണ് ഇരവികുളം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് നാഷണൽ പാർക്ക്, ദേശീയോദ്യാനാണ് ഇരവികുളം. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ലയാണ് കാസർഗോഡ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ കാസർഗോഡ്. ഇനി, നിർമ്മിത ബുദ്ധി സേവനങ്ങള് പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഭാരത് ജൻ. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കാൻ ഓരോ സ്റ്റേറ്റിനും പ്രാദേശിക ഭാഷകളുണ്ടല്ലോ, അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രദേശങ്ങളിലെ ഭാഷകൾ ലഭ്യമാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ഭാരത് ജൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചു. ഒന്നുകൂടെ നോക്കിയേ, ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹത്തിന്റെ പേര് എക്സ്പോസാറ്റ് എന്നാണ്. ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സിസ്റ്റവും പ്ലസ് ടിക്കറ്റ് ഡിജിറ്റലായി എടുക്കുന്ന സംവിധാനവും ഇത് രണ്ടും ആരംഭിച്ച KSRTCയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ചലോ ആപ്പ്. കേരളത്തില് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡാണ് ഹില്ലി അക്വ. 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ വേദിയായ കാപ്രി ഐലൻഡ് എവിടെയാണ്? ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഇറ്റലിയുടെ ഭാഗമാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ട്രാൻസ്മുദ്ര.
ശ്രീലങ്കയിലെ ഉമാവോയ ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ച രാജ്യമാണ് ഇറാൻ. 2024 പ്രളയത്തിൽ വളരെയധികം നാശം സംഭവിച്ച ഗ്വാങ്ടോങ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യ ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇരവികുളാണ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ പ്രാദേശിക ഭാഷകളിൽ ലഭിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് ഭാരത് ജൻ. അപ്പൊ ഇതാണ് ഇന്നത്തെ 10 കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഴുതി പഠിക്കുക കൃത്യമായിട്ട്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ്, അതുപോലെ ഡേയ്സ്, അങ്ങനെയുള്ള അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ബഹുമതികൾ, അതുപോലെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സിന് ഇതിനൊക്കെ തന്നെ ഒരു ബുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഓരോ സബ്ജക്റ്റിനും ഉണ്ടാവണം. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചെറിയ ബുക്കുകൾ ഉണ്ടാവണം. വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്ത് നോക്കാൻ അത് വളരെയധികം ഉപകാരം ചെയ്യും. ഇനി പഠിക്കുന്ന കുട്ടികളാണ്, എന്താ പറയുക, ഡിഗ്രിക്കൊക്കെ പഠിക്കണു, അല്ലെങ്കിൽ ജോലിക്ക് പോകണു, സമയമില്ല, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഞാൻ മൊത്തത്തിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയാലും മതി. അപ്പോൾ നോട്ട് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഏത് രൂപത്തിലായാലും നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കുക. കാരണം 20 മാർക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സിന് നമ്മുടെ കയ്യിലിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.